നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം എന്തുമാകട്ടെ, ജീവിത രീതി എങ്ങനെയുമാവട്ടെ, എന്നാൽ ഒരുപാട് സ്വപ്നം കാണുക, സ്വപ്നങ്ങൾ കണ്ട് അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുകയും എന്നാൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രം മതി. നിങ്ങൾക്കൊരു ജോലി നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക, ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക, ടെസ്റ്റുകൾ എഴുതുക, നിങ്ങൾക്ക് ജോലി ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്വപ്നം എന്താണോ, ഏത് മേഖലയിൽ എത്തിച്ചേരണം, അല്ലെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ സ്വന്തമാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ധനം ഒരു വർഷത്തിനകത്ത് സമ്പാദിക്കണം, ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, എന്ത് മോഹം തന്നെയായാലും ശരി, നിങ്ങൾ ആത്മാർത്ഥമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷം അത് സ്വന്തമാക്കുവാൻ സാധിക്കും. നിങ്ങളൊരു നിസ്സാരമായ ഒരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വേണം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വേണം, ഇതിനെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചോളൂ. നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും 100% നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായും ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ നല്ല നേട്ടം ഉണ്ടാകുന്നു. ഇവിടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ബിസിനസ്സിനെ വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് വെച്ചാൽ അതും മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, അതായത് ഗുണപരമായ ഈ സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതിനും പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയാണ്. ജാതക സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.